ഹലോ, എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങ് വാഴുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതായിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുന്നതായിരിക്കുന്ന വിവിധ ദൃശ്യങ്ങളും വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നമുക്കറിയാം, ഈ ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കൻ നാടുകളിൽ ഒരു കൂട്ടം മത തീവ്രവാദികൾ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരെ യാതൊരു മനസാക്ഷിയുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുകയുണ്ടായി. എത്രയോ മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്നതായിരിക്കുന്ന നികൃഷ്ട സംഭവങ്ങളാണ് നാം അധിവസിക്കുന്നതായിരിക്കുന്ന ഈ ചെറിയ ഭൂമിയിൽ, കൊച്ചു ഗ്രഹത്തിൽ നടക്കുന്നത് എന്ന് വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന സമൂഹം എന്ന് പറയുന്നതും ക്രൈസ്തവരാണ്. മറ്റുള്ളതായിരിക്കുന്ന മതവിശ്വാസങ്ങൾക്ക് യാതൊരു പീഡനങ്ങളും കടന്നു വരുന്നില്ല. എന്നാൽ നാം അധിവസിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന ഇന്ത്യ എന്നുള്ളതായിരിക്കുന്ന രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും മത ആചാരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും ഒക്കെയും പോരാടുന്ന ഒരു സമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ലൈവിൽ ചില നിമിഷങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസം ഉടലെടുക്കുന്നത് AD 1-ാം നൂറ്റാണ്ടിലാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തതായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം ഈ 21-ാം നൂറ്റാണ്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കുക, ഈ 2025 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമായി ക്രിസ്തീയ സമൂഹം വളർത്തപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
ഏകദേശം AD 52 തോമസ് ലീഗയുടെ ആയിരിക്കുന്ന ഇന്ത്യൻ സന്ദർശനത്തോടു കൂടിയാണ് ക്രൈസ്തവര് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് വിശ്വാസ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ പീഡനങ്ങൾ പെരുകുന്നതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ചില സത്യങ്ങൾ ഒന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും യേശുക്രിസ്തുവിന്റെ ജീവിത ക്രമങ്ങളും ഒക്കെയുമാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. യേശുക്രിസ്തു എന്ന ആ ദൈവപുരുഷൻ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. സ്തോത്രം. പലരും ചിന്തിക്കും യേശു ഒരു മതസ്ഥാപകനാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ യേശു ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ക്രിസ്തു മതം ഉണ്ടായത്? അത് മനുഷ്യന്റെ സങ്കല്പമാണ്. ചിന്തകന്മാര് പറയപ്പെടുന്നത് മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായം എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഭിപ്രായമല്ല. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു മതമല്ല, ഒരു മതപരിവർത്തനവുമല്ല. ഒരു വ്യക്തിയെ മറ്റൊരു മതത്തിൽ നിന്ന് ഒരു മതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയെയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മതപരിവർത്തനമല്ല. കാരണം മതപരിവർത്തനം ചെയ്യാത്തത് ക്രിസ്തു എന്നായിരിക്കുന്ന ഒരു മതം ഈ ഭൂമിയിലില്ല. അപ്പൊ ക്രിസ്ത്യാനികൾ എങ്ങനെ ഉണ്ടായി? ക്രിസ്ത്യാനികൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനികൾ. അതായത് ഈ യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശുക്രിസ്തു ചെയ്യുവാൻ പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങളെ അതേപടി അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ പാത പിൻപറ്റുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. യേശു പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ യേശുക്രിസ്തു ഈ ലോകത്തോട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. കൽപ്പനകൾ എന്ന് പറയാം, യേശുവിന്റെ കൽപ്പനകൾ എന്ന് പറയാം. ഇതിനെ അനുസരിച്ച് യേശുവിന്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ നിറവ്യത്യാസമില്ല. അവിടെ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ കുബേരനെന്നോ പാവനെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസമില്ലാതെ യഹൂദനെന്നോ ശമരിയനെന്നോ ഇന്ത്യനെന്നോ ശ്രീലങ്കനെന്നോ അങ്ങനെയുള്ള യാതൊരു രാജകീയ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത, ജാതികളുടെ ആയിരിക്കുന്ന അതിർവരമ്പുകളില്ലാത്ത, നിറവ്യത്യാസത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത, അല്ലെ ബുദ്ധിമാനെന്നോ ബുദ്ധിഹീനെന്നുള്ള അതിർവരമ്പുകളില്ലാത്തതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ മാർഗത്തെ പ്രസംഗിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ക്രിസ്തുവിന്റെ മാർഗത്തെ വിളംബരം ചെയ്യണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ ജീവിതത്തെ ഒന്ന് പ്രസംഗിക്കണം, വിളംബരം ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രസ്താവിക്കണമെന്ന് ഏതെങ്കിലും വ്യക്തി ഈ ലോകത്തിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ്. അത് മാത്രമാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. വിളംബരം ചെയ്യും. യേശു ചെയ്ത പ്രവർത്തികൾ, യേശു ചെയ്ത രക്ഷണ്യ പ്രവർത്തികൾ, യേശുക്രിസ്തുവിന്റെ യാഗമരണം അത് വിളംബരം ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ക്രിസ്ത്യാനികൾ ഇന്നും ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായിരിക്കുകയാണ്. മനുഷ്യക്കടത്താണ് ആരോപിച്ചിരിക്കുന്നത്. എനിക്ക് അതിന്റെ കറക്റ്റായിരിക്കുന്ന
കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയുവാനില്ല. മനുഷ്യക്കടത്ത്, അതായത് ചെയ്യാത്തതായിരിക്കുന്ന ഒരു കുറ്റം ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ആ ഒരു പ്രവർത്തികൾ ചെയ്യത്തില്ല. കാരണം അവർ ക്രിസ്തുവിന്റെ ദാസിയാണെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും അവർ ക്രിസ്തുവിന്റെ ദാസിയായിട്ട് തന്നെ അവർ ചെയ്യുവാൻ തക്കവണ്ണം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് വിദ്യാഭ്യാസം എന്ന വെളിച്ചത്തെ കൊണ്ടുവന്നത് ഇവിടുത്തെ മിഷണറിമാരാണ്. അതായത് യേശുവിന്റെ സാക്ഷികളാണ്. ഇവിടെ പള്ളിയോടുകൂടെ ചേർന്ന് കൂടവും പണിത് അങ്ങനെ പള്ളിക്കൂടം എന്ന പേര് വിളിക്കപ്പെട്ടത് മിഷണറിമാരാണ്. അച്ചടി യന്ത്രങ്ങൾ കൊണ്ടുവന്നത് മിഷണറിമാരാണ്. ഭാഷയുടെ വിവർത്തനങ്ങൾ കൊണ്ടുവന്നത് മിഷണറിമാരാണ്. ഇവിടുത്തെ ഓരോ ഭാഷകൾക്കും ചില ഭാഷകൾക്കൊക്കെ ലിപികൾ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചത് മിഷണറിമാരാണ്. മിഷണറിമാർ അനവധി സംഭാവനകൾ ഈ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതായിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും തമ്മിൽ കൊല്ലുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടില്. അപ്പോൾ ആ കാലഘട്ടത്തെ അനാചാരങ്ങളെയും ദുഷിച്ച ചിന്തകളെയും പാടെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം പ്രയത്നിച്ചത് ഇവിടെ വന്നതായിരിക്കുന്ന മിഷണറിമാരാണ്. ഞാനും നിങ്ങളും ഇന്നും എക്കാലത്തും ഉന്നത വിദ്യാഭ്യാസം നേടിയത് അവർ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന പാഠശാലകളിൽ നിന്നാണ്. എന്തിനേറെ പറയുന്നു, നാം ഇന്നൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ നാം ഓടിപ്പോയി ആ ഹോസ്പിറ്റലിൽ നമ്മൾ കടന്നു പോകുന്നത് അവരുടെ സംഭാവനയാണ് നമുക്കറിയുവാനിടയാത്തിരിക്കുകയാണ്. ഇപ്പൊ മിഷണറിമാര് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് നൽകപ്പെട്ട സംഭാവന വലുതാണ്, എത്രയോ വലുതാണ്. സ്വന്തം അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പീഡനങ്ങൾ നിർത്തണമെന്നല്ല പറയുന്നത്, അത് നിൽക്കുമെന്നുമല്ല പറയുന്നത്, അല്ല നിർത്താനുമല്ല പറയുന്നത്. പീഡനങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ദാരുണമായിരിക്കുന്ന അന്ത്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ് മത്തായി എന്ന് പറയുന്ന ശിഷ്യൻ. മത്തായിയെ കൊന്നത് എത്യോപ്യയിൽ വെച്ച് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മത്തായി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി, രക്തസാക്ഷിയായി മാറി മത്തായി എന്ന് പറയുന്ന ശിഷ്യൻ. അത് രണ്ടാമത് മർക്കോസ് എന്ന ശിഷ്യൻ. മർക്കോസ് എന്ന ശിഷ്യൻ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കുതിരകളിൽ കെട്ടി തെരുവീതികൾ കൂടി മരണം വരെ വലിച്ചിഴയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. എത്രയോ ദാരുണമായ നിലകളിലാണ് ക്രൈസ്തവരെ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കുന്ന വ്യക്തികളെ പീഡിപ്പിച്ച് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. ലൂക്കോസിന്റെ വൈദ്യനായിരിക്കും ലൂക്കോസ്. അതായത് ലൂക്കോസ് ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്, ഒരു ചരിത്രകാരനാണ്. അപ്പോൾ ഈ വ്യക്തിയെ യഹൂദൻ പോലുമല്ല ഈ ലൂക്കോസ്. സുവിശേഷം എഴുതപ്പെട്ട മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ വ്യക്തികളൊന്നും ഈ ലൂക്കോസ് യഹൂദനല്ലാഞ്ഞിട്ടും ഈ ലൂക്കോസിനെ എന്ത് ചെയ്തു? വൈദ്യനായിരിക്കും ലൂക്കോസിനെ ഗ്രീസിൽ വെച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തോ. അതുപോലെ യോഹന്നാൻ, സുവിശേഷം എഴുതിയ യോഹന്നാനെ തിളച്ച എണ്ണയിൽ എടുത്തെറിഞ്ഞായിരുന്നു അന്നത്തെ ഭരണകൂടം. തിളച്ച എണ്ണയിൽ വരെ എടുത്തു. പക്ഷേ തിളച്ച എണ്ണയിൽ എടുത്തെറിഞ്ഞിട്ടും യോഹന്നാനെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ്. അത് അവിടുന്ന് യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാത്തിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിന് വേണ്ടി വളരെ തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന്. പത്രോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ശിഷ്യന്മാരിൽ. ക്രൈസ്തവ സമൂഹത്തിന്റെ ആദ്യത്തെ പ്രഥമ പോപ്പായി തന്നെയാണ് ഈ പത്രോസിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പത്രോസിനെ അന്നത്തെ ഭരണകൂടം മരണത്തിൽ ഏൽപ്പിച്ചത്
തലകീഴായി തൂക്കിക്കൊന്നു. തലകീഴായി. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ യാക്കോബ്, അതായത് സബദിയുടെ മകൻ എന്നറിയപ്പെടുന്ന യാക്കോബ്, ആ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഇത് ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൽ. വാളുകൊണ്ട് കൊന്നു യാക്കോബിനെ. അന്ത്രയോസിനെ കൊന്നത് അത് വളരെ, അതായത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ, ഡോർമൻ ന്യൂമാൻ എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ ഈ അന്ത്രയോസും പ്രൊഫസർ കോൺസലായ ഈജറ്റസുമായി ഒരു വിശ്വാസ സംവാദമുണ്ടായി. വിശ്വാസത്തെ സംബന്ധിച്ചായിരിക്കുന്ന ഒരു ഡിബേറ്റ് ഉണ്ടായി. പക്ഷേങ്കിൽ ആ ഡിബേറ്റില് ദൈവത്തിന്റെ അല്ലെ യേശുവിന്റെ ശിഷ്യനായ അന്ത്രയോസാണ് അവിടെ വിജയിച്ചത്. അപ്പോൾ മറ്റ് ആ വ്യക്തി പറയുക ഇങ്ങനെയാണ് പറഞ്ഞത്, ഈജിസേറ്റൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസം ത്യജിച്ചില്ലായെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്നാണ് പറയുവാൻ തക്കോണം അവിടെ ആയെത്തുന്നത്. അങ്ങനെ ഈ അന്ത്രയോസിന് നേരെ കടുത്ത പീഡനം ഏർപ്പെടുത്തി, പീഡനത്തിന് ശേഷം ക്രൂശുമരണത്തിന് വിധിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നുവെന്നാണ് സഭാ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വ്യക്തി ഫിലിപ്പോസാണ്. യേശുവിന്റെ ആദ്യത്തെ ശിഷ്യനാണ് ഈ ഫിലിപ്പോസ് എന്ന് പറയുന്നത്. ആ ശിഷ്യനായ ഫിലിപ്പോസ് പിന്നെ ഏഷ്യ മൈനറിന്റെ പ്രധാനപ്പെട്ട മിഷണറിമാരിൽ ഒരുവനായി മാറിയ ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. അതായത് ഈജിപ്ഷ്യൻ പട്ടണത്തിൽ വെച്ച് ഫിലിപ്പോസിനെ പീഡിപ്പിച്ച് ജയിലിലടയ്ക്കുകയും പിന്നീട് AD 54 തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. പിന്നെ ബർത്തിലോമായി എന്ന് പറഞ്ഞിരിക്കുന്ന ശിഷ്യനുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബർത്തിലോമായി എന്ന് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യൻ. ആ ശിഷ്യനെ വളരെയധികം ഉപദ്രവിച്ച് അതിനുശേഷം ക്രൂശിച്ച് കൊന്നുവെന്നാണ് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രകാരൻ പറയുന്നത് തൊലി ഉരിഞ്ഞ ശേഷം തല വെട്ടിക്കളഞ്ഞുവെന്നും പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ ഭീകരമായിരിക്കുന്ന, എത്രയോ ക്രൂരമായിരിക്കുന്ന പീഡനങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഇന്ന് തുടങ്ങിയതല്ല, 1-ാം നൂറ്റാണ്ട് മുതലേ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. തോമസ് എന്നായിരിക്കുന്ന ക്രിസ്തു ശിഷ്യൻ കുന്തം കൊണ്ടാണ് ഈ തോമസിനെ കുത്തിക്കൊല്ലുവാൻ തക്കോടെയായിട്ട് പാരമ്പര്യം പഠിപ്പിക്കുകയാണ്. അങ്ങനെ മത്തായി ചുങ്കക്കാരനായിരിക്കുന്ന, അപ്പോ മത്തായി സുവിശേഷത്തിൽ പറയുന്ന ചുങ്കക്കാരനായിരിക്കുന്ന മത്തായി സുവിശേഷം എഴുതിയ വ്യക്തിയല്ല, ചുങ്കക്കാരനായ മത്തായി. ആ മത്തായി എന്നായിരിക്കുന്ന ആ ശിഷ്യനെ കൊല്ലുവാൻ തക്കോടെ ഇടയായി തീർന്നു. മത്തായിയെ വാൾ കൊണ്ട് കുത്തിക്കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലെ ആൽഫയുടെ മകനായ യാക്കോബ് 94-ാം വയസ്സിൽ അടിച്ചും കല്ലുകൊണ്ടെറിഞ്ഞും പീഡിപ്പിച്ചതിന് ശേഷം മരത്തിന്റെ ശിഖരം കൊണ്ട് തലക്കടിച്ച് കൊന്നുവെന്നാണ് ചരിത്രകാരനായിരിക്കുന്ന ഫോക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തഥായി എന്ന് പറഞ്ഞിരിക്കുന്ന യൂദ എന്നറിയപ്പെടുന്ന, അതായത് യൂദായുടെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയല്ല, തഥായി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. യൂദായുടെ ലേഖനം എഴുതിയ യൂദ AD 72 എഡേസ എന്ന പട്ടണത്തിൽ, തുർക്കിയിലും ഗ്രീസിലും ഈ പേരിൽ പട്ടണങ്ങൾ ഉണ്ട്. അതായത് ഈ എഡേസ എന്ന പട്ടണത്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് മതപാരമ്പര്യം അല്ലെ സഭാ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് പറയുന്നത് എരിവുകാരനായ ശീമോൻ. ആഫ്രിക്കൻ
പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ മൗറിറ്റാനിയ എന്ന പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ പ്രസംഗിച്ച ശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയ ഷീമോനെ, എരിവുകാരനായ ഷീമോനെ AD 74 അവിടെ വെച്ച് ക്രൂശിച്ചു കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈസ്തവ പീഡനം എന്ന് പറയുന്നത് ഇന്നലെയോ ഇന്നോ ഈ 10 വർഷം കൊണ്ടോ ഇല്ലെങ്കിൽ 20 വർഷം കൊണ്ടോ 40 വർഷം കൊണ്ടോ തുടങ്ങിയതായിരിക്കുന്ന ഒന്നല്ല. ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ ഉരുവായതായിരിക്കുന്ന സമയം മുതൽ ക്രിസ്തുവിന്റെ സഭയോടുള്ളതായിരിക്കുന്ന, ക്രിസ്ത്യാനികളോടുള്ളതായിരിക്കുന്ന, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്നവരോടുള്ളതായിരിക്കുന്ന വിദ്വേഷങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും കലിപ്പുകളും ക്രൂരതകളും തുടങ്ങുവാൻ തക്കവണ്ണം ഏകദേശം 2025 വർഷത്തിലേക്ക് 21 നൂറ്റാണ്ടിലേക്ക് നാം അടുത്ത് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഒരു ചോദ്യം എനിക്കുണ്ട്. എന്തിനാണ് ക്രൈസ്തവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നവരല്ല. ഞങ്ങളാകെപ്പാടെ പറയുന്നത്, നിങ്ങൾ മദ്യം കുടിക്കരുത്, പുകവലിക്കരുത്, പാപത്തിന്റെ വഴികളിൽ നടക്കരുത്, യേശു നിങ്ങളെ വിടുവിക്കും എന്നുള്ളായിരിക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ പറയപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് മനുഷ്യക്കടത്ത് ചെയ്യുന്ന വ്യക്തികളാകുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മത തീവ്രവാദികളാകുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് മതപരിവർത്തകരാകുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, മദ്യം കുടിക്കരുത്, പുകവലിക്കരുത്, പാപം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ആഭിചാരം ചെയ്യരുത്, അങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഒരു വ്യക്തിയെ കൊല്ലരുത്, കൊല ചെയ്യരുത് എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഒരു തെറ്റായിട്ടാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ, കുഷ്ഠരോഗികളെ പോയി ശുശ്രൂഷിക്കുന്നത്, ആഹാരമില്ലാത്തവർക്ക് ആഹാരം നൽകുന്നത്, അങ്ങനെയുള്ളതായിരിക്കുന്ന ആതുര സേവന രംഗത്ത് അവരുടേതായിരിക്കും വ്യക്തിമുദ്രകൾ പതിപ്പിക്കപ്പെടുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. അതാണോ തെറ്റ്? ഞങ്ങൾ ചെയ്യുന്നത് തെറ്റ്? അത് നിങ്ങളും ചെയ്യുന്നില്ലേ? ആതുര സേവന രംഗത്ത് സഹായഹസ്തവുമായിട്ട് മറ്റുള്ള വ്യക്തികളും ചെല്ലുന്നില്ലേ? അതേപോലെ ഞങ്ങളും ചെല്ലുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രൈസ്തവ പീഡനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആയതിനാൽ നാം ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞായിരിക്കുന്ന കുറ്റം ആരോപിക്കപ്പെട്ടായിരിക്കുന്ന പ്രിയ കന്യാസ്ത്രീകളോട്, ആ സമൂഹത്തോട്, ക്രൈസ്തവ സമൂഹത്തോട് എനിക്ക് നൽകുവാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മെ വീണ്ടെടുത്തായിരിക്കും നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുവാൻ അവർക്ക് കഴിയും, നമ്മളെ കൊല്ലുവാൻ അവർക്ക് കഴിയും, നമ്മുടെ പ്രാണനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി നമ്മളെ ആരോപിക്കപ്പെട്ട് കുറ്റാരോപിതനായി നമ്മളെ മാറ്റുവാൻ തക്കവിടമടയായിരുന്നു. പക്ഷേങ്കിലും ദൈവത്തിന്റെ മുന്നിൽ നാം നീതിയോടുകൂടി നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നോർമ്മപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.